ഹായ് എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. RRB ജെയിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ നമ്മുടെ പോസ്റ്റ് അനാലിസിസും അതുപോലെ സോൺ അനാലിസിസും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യണം. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് പോവാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യാം, RRB apply.gov.in എന്നാണ് RRB apply.gov.in കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു വിൻഡോയിലേക്കായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇതിന് മുന്നേ ഏതെങ്കിലും എക്സാം, റെയിൽവേൻ്റെ ഏതെങ്കിലും എക്സാം എഴുതിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കാത്തവർ ആദ്യം എന്ത് ചെയ്യുക, ക്രിയേറ്റ് ആൻ അക്കൗണ്ടിൽ പോകണം. ക്ലിയർ? അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് കാൻഡിഡേറ്റ് ഹു ഹാവ് ഓൾറെഡി ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഫോർ എനി എക്സാം ഇഷ്യൂഡ് ബൈ RRB 2024 25 നോട്ട് റിക്വയർഡ് ടു റീ രജിസ്റ്റർ അഗൈൻ. അപ്പോൾ എന്താ, ഓൾറെഡി നിങ്ങൾ ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ അവരിത് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാത്തവർ ഇവിടെ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെ എന്താ, നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ, നമ്മുടെ നാഷണാലിറ്റി, അതുപോലെ നമ്മുടെ നെയിം കൊടുക്കുക, പിന്നെന്താ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ജെൻഡർ കൊടുക്കുക, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, അതൊക്കെ കൊടുക്കുക, ഇമെയിൽ ID, പിന്നെന്താ മൊബൈൽ നമ്പർ. അത് കഴിഞ്ഞിട്ട് എന്താ, ഇതാ ഇവിടെ ഒരു വെരിഫിക്കേഷൻ ത്രൂ ആധാർ ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ആധാർ ഇല്ലെങ്കിൽ ഐ ഡു നോട്ട് ഹാവ് ആധാർ കാർഡ് എന്ന് കൊടുക്കുക. അപ്പോൾ മറ്റേതെങ്കിലും ID പ്രൂഫ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആധാർ കൊടുത്താൽ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എക്സാം ഹാളിൽ കയറുമ്പോൾ നമ്മുടെ ബയോമെട്രിക് വെരിഫിക്കേഷൻ ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ ആ വെരിഫിക്കേഷൻ നമുക്ക് പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട് ആധാർ കൊടുത്താൽ കുറച്ചും കൂടെ നല്ലതാണ്. അല്ലെങ്കിൽ ആധാർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഐ ഡു നോട്ട് ഹാവ് ആധാർ കാർഡ് എന്ന് പറഞ്ഞിട്ട് മറ്റേതെങ്കിലും ID പ്രൂഫ് കൊടുക്കാം. ക്ലിയർ? എന്നിട്ട് നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നമ്മുടെ റെയിൽവേ ചാനലിൽ അതിനുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ OTR for RRB എക്സാംസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആദ്യം രജിസ്ട്രേഷൻ OTR കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അതിനുശേഷം നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ OTR കംപ്ലീറ്റ് ചെയ്തു, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഇതാ നമ്മളിങ്ങനെ ലോഗിൻ, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗിൻ വിത്ത് ആധാർ ഉണ്ട്, അതുപോലെ ലോഗിൻ വിത്ത് RRB അക്കൗണ്ട് ക്രെഡൻഷ്യൽ. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, നമ്മൾ ഒരു പാസ്വേഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്യില്ലേ, അത് വെച്ചിട്ട് വേണമെങ്കിൽ ലോഗിൻ ചെയ്യാം. എന്ന് നിങ്ങൾക്ക് അതൊക്കെ മറന്നു പോയാൽ നിങ്ങൾ ആധാർ ലിങ്ക് ചെയ്ത നമ്പർ ഇല്ലേ, അതായത് നമ്മളിപ്പോൾ ലോഗിൻ വിത്ത് ആധാർ കൊടുത്താൽ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കാൻ പറയും. ഫോൺ നമ്പർ കൊടുക്കുക, എന്നിട്ട് ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ജനറേറ്റ് ആധാർ OTP കൊടുക്കുക. ക്ലിയർ? അപ്പോൾ നമുക്ക് OTP വരും. എന്നിട്ട് നമ്മൾ ഐ ആം നോട്ട് എ റോബോട്ട് കൊടുത്താൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ OTP ഒക്കെ ടൈപ്പ് ചെയ്തു. ഇനി ഐ ആം നോട്ട് എ റോബോട്ട് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്, നമ്മൾ അക്കൗണ്ടിലേക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് നോക്കിയേ, 13 ഇന്ത്യൻ ലാംഗ്വേജ് ഉണ്ടാവും, അതുപോലെ ഹിന്ദി, ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഈ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ നിങ്ങളിപ്പോൾ മലയാളത്തിൽ കൊടുത്താൽ ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ കാണും. നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും വേണമെങ്കിൽ സ്വിച്ച് ചെയ്തിട്ട് ഇംഗ്ലീഷിലേക്ക് കാണാൻ പറ്റും. ഇംഗ്ലീഷ് മാത്രം കൊടുത്താൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രമേ കാണാൻ പറ്റൂ. അതായത് നിങ്ങളോട് ചോദിക്കും ഏത് ലാംഗ്വേജ് ആണ് വേണ്ടത്, നമുക്ക് നോക്കാം. അപ്പോൾ മലയാളം സെലക്ട് ചെയ്താൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആദ്യം മലയാളത്തിൽ കാണും, എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റി കാണാൻ പറ്റും. ഓരോ ക്വസ്റ്റ്യനും അപ്പോൾ നിങ്ങൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റേണ്ടി വരും. ഇനി അല്ല, ഇംഗ്ലീഷാണ് നിങ്ങൾ അവിടെ കൊടുത്തെങ്കിൽ ഇംഗ്ലീഷിൽ മാത്രമേ ക്വസ്റ്റ്യൻ കാണാൻ പറ്റൂ, അത് പിന്നെ മലയാളത്തിൽ കാണാൻ പറ്റില്ല. ആ കാര്യം കൂടി മനസ്സിലാക്കുക. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മളെന്താ, അടുത്ത ഓൺലൈൻ ആപ്ലിക്കേഷനിലേക്ക് പോവുക. അപ്പോൾ ഇത് നമ്മളെന്താ ജനറൽ ഇൻസ്ട്രക്ഷൻ ആണ് തന്നിട്ടില്ലേ. ഇനി ഓൺലൈൻ ആപ്ലിക്കേഷനിലേക്ക് ഇവിടെ പോവാം, അല്ലെങ്കിൽ ഇതാ മേലെയുള്ള ഇതിൽ പോവാം. ഓക്കെ, അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷനിലേക്ക് പോകുന്നു. സോ ഇവിടെ നോക്കിയേ, നമ്മുടെ കാറ്റഗറി നമ്പർ 05/2025, അതാണ് നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് ഉള്ളത്. അപ്പോൾ അവിടെ നമുക്ക് നോക്കിയാൽ ഇവിടെ ഡേറ്റ് ഉണ്ട്, 31 മുതൽ 30 നവംബർ വരെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കുക. ഇനി അതിന് താഴെയുള്ള ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുക, ഏത് RRB നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് നോക്കാം. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ഏത് RRB, ട്രിവാൻഡ്രം വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, ചെന്നൈ സെലക്ട് ചെയ്യാം, ബാംഗ്ലൂർ സെലക്ട് ചെയ്യാം. ക്ലിയർ? നമ്മളിവിടെ ചെന്നൈ സെലക്ട് ചെയ്തു. എന്നിട്ട് ഐ ആം നോട്ട് കറൻ്റ്ലി ഡിബാർഡ് എനി RRB. ഓക്കെ, അതുപോലെ ഇതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നിങ്ങൾ ഓൾറെഡി മറ്റ് എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ കാണും. നോക്കിയേ, NTPC-ക്കൊക്കെ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ കാണും. ക്ലിയർ? അപ്പോൾ ഇവിടെ കൊടുക്കുക. ഇനി എന്നിട്ട് എന്ത് ചെയ്യാം, എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. സോ നമ്മുടെ അടുത്ത വിൻഡോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഇതിൽ കാണുക. അടുത്തത് അതർ ഡീറ്റെയിൽസ്, പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുക്കണം, പിന്നെ നമ്മുടെ ഫോട്ടോ കൊടുക്കണം,
പിന്നെ നമ്മൾ ലാസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം. ക്ലിയർ? അപ്പോൾ നമ്മളിപ്പോൾ ചെന്നൈ സെലക്ട് ചെയ്തു. എന്നിട്ടോ ഇനി നമ്മൾ ഇവിടെ നോക്കിയേ, നമ്മൾ ആദ്യം നമ്മൾ ഓൾറെഡി ചെയ്ത കാര്യങ്ങളൊക്കെ OTR ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് എന്താ, നമ്മൾ അൺമാരിഡ് ആണെങ്കിൽ അത് കൊടുക്കുക, പിന്നെന്താ റിലീജിയൻ കൊടുക്കുക, പിന്നെന്താ മദർ ടങ് കൊടുക്കുക, പിന്നെ ഏതാണ് ഇവിടെ മദർ ടങ് കൊടുത്തു. പിന്നെ നോക്കിയേ ചൂസ് ഏതാ ലാംഗ്വേജ്, ചോയ്സ് ഓഫ് ലാംഗ്വേജ് ഫോർ എക്സാമിനേഷന് ഏത് ലാംഗ്വേജ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് അത് കൊടുക്കുക. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 13+2 ഹിന്ദി ഇംഗ്ലീഷ് 15 ലാംഗ്വേജ് കാണും. അപ്പോൾ അതിൽ നിങ്ങൾ മലയാളം സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്താ ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മലയാളത്തിൽ കാണാൻ പറ്റും. ഫസ്റ്റ് കാണുന്നതൊക്കെ മലയാളത്തിലായിരിക്കും. ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇംഗ്ലീഷിലേക്കും കാണാൻ പറ്റും. അപ്പോൾ അതിന് മുകളിലൊരു ഓപ്ഷൻ ഉണ്ടാവും, സ്വിച്ച് ടു ഇംഗ്ലീഷ് എന്ന് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മലയാളത്തിൽ ആദ്യം കാണും, അത് ഇംഗ്ലീഷിലേക്ക് മാറ്റാം. അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും മാറ്റി മാറ്റി നോക്കേണ്ടി വരും. ഇനി ഇംഗ്ലീഷ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ മാത്രമേ ക്വസ്റ്റ്യൻ കാണും. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പോൾ ഞാനിവിടെ എന്താ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം, ഞാൻ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ? ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. ഇനി എന്താ, പിന്നെ നമ്മുടെ എന്താ ഐഡന്റിഫിക്കേഷൻ വിസിബിൾ മാർക്ക് കൊടുക്കുക, 2 മാർക്ക് കൊടുക്കുക. ക്ലിയർ? അപ്പം അത്രയും കാര്യങ്ങൾ കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ നോക്കിയേ കമ്മ്യൂണിറ്റി കൊടുക്കണം. അപ്പം നിങ്ങൾ എന്താ ഇപ്പോൾ നിങ്ങൾക്ക് SC ആണെങ്കിൽ നിങ്ങൾ അവിടെ SC സെലക്ട് ചെയ്തു. അപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു ബോക്സ് വരും. ഓൺലി ദോസ് കമ്മ്യൂണിറ്റീസ് വിച്ച് ആർ റെക്കഗ്നൈസ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആസ് SC ST ആൻഡ് OBC. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞ SC ST OBCക്ക് മാത്രമേ ഇവിടെ റിസർവേഷൻ കിട്ടൂ. അപ്പോൾ ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഐ എഗ്രി കൊടുക്കുക. ഇനി നോക്കിയേ നെയിം ഓഫ് കാസ്റ്റ്. അപ്പോൾ നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റിലുള്ള കാസ്റ്റിന്റെ നെയിം കൊടുക്കുക. അതുപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമ്പർ, നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമല്ലോ, SC സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമല്ലോ, അതിലെ നമ്പർ കൊടുക്കുക. പിന്നെ ഇഷ്യൂയിങ് അതോറിറ്റി, ഏത് അതോറിറ്റിയാണ് ഇഷ്യൂ ചെയ്തത് ആ അതോറിറ്റി കൊടുക്കുക. പിന്നെ ഡേറ്റ് കൊടുക്കുക. ക്ലിയർ? പിന്നെ ഇതാ ഇവിടെ ഒരു കാര്യം, SCക്കും STക്കും ഇതുപോലത്തെ ഒരു ബോക്സും കൂടെ ഉണ്ട്. ഡു യു വിഷ് ടു അവെയിൽ ഫ്രീ റെയിൽ ട്രാവൽ പാസ് ഫോർ ദ എക്സാമിനേഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോ കൊടുത്താൽ എന്താ, ഒന്നുമില്ല. നോ കൊടുത്താൽ ഒന്നും ആവില്ല. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ട്രാവൽ പാസ് ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റ്, അതായത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം എക്സാമിന്. SC ST കാറ്റഗറിക്ക് എക്സാം സെന്ററിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്താ ഫ്രീ ആയിട്ട് ട്രാവൽ പാസ് കിട്ടും. അപ്പം അത് വേണമെങ്കിൽ ഇവിടെ നമ്മൾ എസ് കൊടുക്കുക. അങ്ങനെ എസ് കൊടുത്താൽ പ്ലീസ് ഇൻഡിക്കേറ്റ് നമ്മൾ എന്താ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ കൊടുക്കണം. അതുപോലെ നമ്മുടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യണം, നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമ്പർ മാത്രം കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഇതാ ഇവിടെ ട്രാവൽ പാസ് വേണമെങ്കിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ക്ലിയർ? അതാണ് STന്റെ കാര്യം. സെയിം ആണ് STക്ക് കൊടുത്താലും. ക്ലിയർ? ST കൊടുത്താലും സെയിം ആണ്. നമ്മളിതാ ഇവിടെ S കൊടുത്താൽ സെയിം നമ്മൾ എന്താ അപ്ലോഡ് ചെയ്യണം, നമ്മുടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യണം, PDF അപ്ലോഡ് ചെയ്യണം. ഇനി OBC കൊടുത്താൽ നമുക്ക് ഇതുപോലത്തെ ഒരു വിൻഡോ വരും. നമ്മൾ ക്രീമി ലെയർ ആണോ നോൺ ക്രീമി ലെയർ ആണോ എന്ന് ചോദിക്കും. സോ നമ്മൾ ക്രീമി ലെയർ കൊടുത്തു. ക്ലിയർ? ക്രീമി ലെയർ കൊടുത്താൽ എന്താ നോക്കിയേ, യു വിൽ ബി കൺസിഡർഡ് ആസ് എ കാൻഡിഡേറ്റ് ഓഫ് UR. ക്രീമി ലെയർ കൊടുത്താൽ എന്താ URനെ പോലെ തന്നെ കൺസിഡർ ചെയ്യും. ക്ലിയർ? അപ്പോൾ അണ്ടർസ്റ്റാൻഡ് കൊടുക്കുക. ഇനി അതല്ല നിങ്ങൾ NCL നോൺ ക്രീമി ലെയർ കൊടുത്താൽ നോക്കിയേ, അപ്പൊ ഇങ്ങനെ വരും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതാ സർട്ടിഫിക്കറ്റ് ബേസ്ഡ് ഓൺ ദി ഇൻകം, മാക്സിമം ഇൻകം ലിമിറ്റ് ഈസ് കറന്റ്ലി RS എത്രയാണ് 8 lakh. ഇഷ്യൂഡ് ഓൺ ഓർ ആഫ്റ്റർ ഇത് നോക്കിക്കോ നിങ്ങൾ, ഓൺ ഓർ ആഫ്റ്റർ എത്ര 1/4/2025. അപ്പൊ 25 അതായത് 2025 ഏപ്രിൽ 1 അതിന് ശേഷമോ ഇഷ്യൂ ചെയ്ത NCL ആയിരിക്കണം അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇനി അതിൽ കൺഫ്യൂഷൻ വേണ്ട. എന്താ ഏപ്രിൽ 1 2025 ആ ഡേറ്റിലോ അതിന് ശേഷമോ നമ്മൾ ഇഷ്യൂ ചെയ്ത NCL ആയിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. ക്ലിയർ? എപ്പോൾ വരെയുള്ളത്? ബട്ട് നോട്ട് ലേറ്റർ ദാൻ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ഓൺലൈൻ എക്സാമിനേഷൻ, അതായത് 30/11/2025 വരെയുള്ള, അത് കഴിഞ്ഞിട്ടുള്ള പറ്റൂല, അതായത് അതുവരെയുള്ള NCL ആയിരിക്കണം. അതായത് ഏപ്രിൽ 1 മുതൽ 30/11 വരെയുള്ള NCL അതിൻ്റെ ഇടയിൽ എടുത്ത NCL ആയിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി കൺഫ്യൂഷൻ വേണ്ട നിങ്ങൾക്ക്. ഏപ്രിൽ 1 2025 അത് കഴിഞ്ഞിട്ടോ, അതുപോലെ നമ്മുടെ അപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇല്ലേ 30/11 അതിന് മുന്നേ അതിനിടയിൽ എടുത്ത NCL ആയിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ക്ലിയർ? ഐ അണ്ടർസ്റ്റാൻഡ് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്താ, ഇവിടെ സർട്ടിഫിക്കറ്റ് നമ്പർ എന്താ നെയിം ഓഫ് കാസ്റ്റ് കൊടുക്കുക.
ക്ലിയർ, നിങ്ങൾ കാസ്റ്റ് അറിയാലോ, ആ കാസ്റ്റ് കൊടുക്കുക. അതുപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമ്പർ, അതായത് NCL ഉള്ള നമ്പർ ഇല്ലേ, NCL നമ്പർ, അതാണ് ഇവിടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമ്പർ, ആ നമ്പർ കൊടുക്കുക. പിന്നെ ഏത് അതോറിറ്റിയാണ് ഇഷ്യൂ ചെയ്യുന്നത്, അപ്പോൾ അതറിയാലോ നിങ്ങൾക്ക്, ഏത് അതോറിറ്റിയാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന് എക്സാമിനൊക്കെ ഇഷ്യൂ ചെയ്യുന്നത്, എന്താ തഹസിൽദാറോ അതിന് മേലേക്കുള്ള അതോറിറ്റി ആയിരിക്കും എന്താ ഇഷ്യൂ ചെയ്യുന്നത്. വില്ലേജ് ഓഫീസർ അല്ല, തഹസിൽദാറോ അതിന് മേലെയുള്ള ഓഫീസേഴ്സ് ആയിരിക്കും എന്താ നമുക്ക് ഇതിനു വേണ്ടി ഇഷ്യൂ ചെയ്യേണ്ടത് NCL. പിന്നെ ഇവിടെ നമ്മൾ ഡേറ്റ് കൊടുക്കുക, ഇഷ്യൂ ഡേറ്റ് കൊടുക്കുക. ക്ലിയർ. അപ്പൊ നമ്മൾ ഡേറ്റ് ഓർമ്മിക്കണം, April 1, 2025 ശേഷം എടുത്ത, കഴിഞ്ഞ വർഷം ഒന്നും എടുത്ത NCL പറ്റില്ല, കഴിഞ്ഞ മാർച്ചിൽ എടുത്തതും പറ്റില്ല. April 1, 2025 ശേഷം എടുത്ത NCL മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ക്ലിയർ. അടുത്തത്, അപ്പൊ നമ്മൾ അത്രയും ചെയ്തു. അതിനുശേഷം എന്താ, ഞാനിവിടെ UR കൊടുത്തു. UR കൊടുത്താൽ ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഇങ്ങനെ ആയിരിക്കും. ഇനി അതിനുശേഷം നമ്മളെ ഡീറ്റെയിൽസ്, നമ്മളെ അഡ്രസ്സ് കൊടുക്കുക. ഇവിടെ അഡ്രസ്സ് കൊടുക്കുക, നമ്മുടെ ബേസിക്, നമ്മുടെ എന്താ പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും കൊടുക്കുക. പ്രസന്റ് അഡ്രസ്സ് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ അത് പെർമനന്റ് അഡ്രസ്സിലേക്ക് സെയിം ആയിട്ട് മാറും. ഓക്കെ. അപ്പൊ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിയർ. അപ്പൊ നമുക്ക് അടുത്ത വിൻഡോ വരും. അപ്പൊ ഇവിടെ നമ്മൾ എന്താ, നമ്മുടെ അതർ ഡീറ്റെയിൽസ്. അപ്പൊ ഇവിടെ നമുക്ക് ചോദിക്കുന്ന എന്താ, ആർ യു എക്സ് സർവീസ്മാൻ ആണോ, അപ്പോൾ ആണെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ ആർ യു പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി, അപ്പോൾ അത് കൊടുക്കുക. പിന്നെന്താ, ഇഫ് യു റൈറ്റിംഗ് എബിലിറ്റി അഫക്റ്റ്, അതായത് ഇവിടെ നമ്മൾ സ്ക്രൈബിന് വേണോ വേണ്ടയോ, സ്ക്രൈബ് വേണമെങ്കിൽ എസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കുക. ക്ലിയർ. എന്നിട്ട് ഡു യു നീഡ് എ സ്ക്രൈബ്, അതിലും എസ് വേണമെങ്കിൽ എസ് കൊടുക്കുക. ഓക്കെ, വേണ്ടെങ്കിൽ നോ കൊടുക്കുക. ക്ലിയർ. അതുപോലെ ഇവിടെ എന്താ, ആർ യു എലിജിബിൾ ടു അവൈൽ ഫ്രീ കൺസെഷൻ അണ്ടർ EBC. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് EBC എന്താ, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ആണ്. EWS അല്ല, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ആണ്. അപ്പൊ EBC കാൻഡിഡേറ്റ് ഷുഡ് ബി അവെയർ ദാറ്റ് ദേ ആർ എൻറ്റൈറ്റിൽഡ് ഓൺലി ഫോർ എന്താ, ഫീ കൺസെഷൻ മാത്രമേ ഉണ്ടാവും. ഇവർക്ക് എക്സാമിന് റിസർവേഷൻ ഇല്ല, ഫീയിൽ മാത്രം കൺസെഷൻ ഉണ്ടാവും. ക്ലിയർ. അപ്പൊ ഇവര് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്താ നമ്മളെ ഇത് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവും. അതായത് നമ്മളെ ലാസ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് നമ്മൾ എന്താ, നമ്മളിപ്പോൾ സെലക്ട് ചെയ്തു, ലാസ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾ EBC ആണെന്ന് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് കാൻഡിഡേച്ചർ റിജക്റ്റ് ആവും. ക്ലിയർ. അപ്പോൾ EBC ആണെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം. ക്ലിയർ. അപ്പോൾ EBC നോക്കിയേ, എസ് കൊടുത്താൽ ഇതാ ഇവിടെ EBCന്റെ എന്തൊക്കെയാണെന്ന് വരും. ഇൻകം ഈസ് ലെസ് ദാൻ എത്രയാ, 50,000 ഓ എന്താ ആനുവൽ ഇൻകം ആണ്, ലെസ് ദാൻ 50,000 ഹോൾഡർ ഓഫ് BPL കാർഡ് ഓഫ് എനി അതർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് അണ്ടർ എന്താ ഓർഗനൈസ്ഡ് പോവർട്ടി എലിവേഷൻ പ്രോഗ്രാം. ക്ലിയർ. അപ്പോൾ ഇവിടെ ഇത് വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾ EBCയിൽ പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ, ഫീയിൽ മാത്രം കൺസെഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ആ കാര്യം നോക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെന്താ ഇനി നോക്കുന്നത്, ആർ യു എംപ്ലോയി ഓഫ് റെയിൽവേ ഇന്ത്യ. അപ്പോൾ റെയിൽവേ എംപ്ലോയി ആണോ അത് നോക്കുക. പിന്നെ നമ്മൾ നമ്മുടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, PSU, അതായത് പ്രൈവറ്റ് ജോബിലല്ല, സെൻട്രൽ ഗവൺമെന്റിലോ അതോ സ്റ്റേറ്റ് ഗവൺമെന്റിലോ അല്ലെങ്കിൽ PSU അറിയാമല്ലോ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. ഓക്കെ, അതായത് ഇന്ത്യൻ ഓയിൽ അതുപോലത്തെ കമ്പനിയൊക്കെ ഇല്ലേ, അതിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അതിന്റെ ഡീറ്റെയിൽസ് അത് കൊടുക്കണം. അല്ലെങ്കിൽ എന്താ, നോട്ട് അപ്ലിക്കബിൾ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ, ഇപ്പോൾ പ്രൈവറ്റ് ഫേമിലാണെങ്കിലും നോട്ട് അപ്ലിക്കബിൾ. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ എന്താ, ഇവിടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ ബാങ്ക് ഡീറ്റെയിൽസ് എന്തിനാണ് കൊടുക്കുന്നത്, അതായത് നിങ്ങൾ എക്സാം അപ്ലൈ ചെയ്തതിന്, അതായത് ഫീ ഒക്കെ നിങ്ങൾ അടച്ചു, പക്ഷെ ഇപ്പോൾ എന്താ, നിങ്ങൾ UR ആണ് 500 രൂപ നിങ്ങൾ പേ ചെയ്തു. അപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞാൽ, CBT 1 എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 400 രൂപ തിരിച്ചു വരും. ആ തിരിച്ചു വരേണ്ടത് ഏത് അക്കൗണ്ടിലേക്കാണെന്ന്, ആ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് നമ്മളിവിടെ കൊടുക്കണം. അപ്പോൾ ചിലർ പറയും എന്താ, ഞാൻ അക്ഷയ സെന്ററിൽ നിന്നാണ് അപ്ലൈ ചെയ്തത്, അപ്പോൾ അവരാണ് എൻ്റെ പേയ്മെന്റ് ചെയ്തത്, അപ്പോൾ എനിക്ക് പൈസ എങ്ങനെ തിരിച്ചു കിട്ടും, എക്സാം എഴുതിയാൽ എനിക്ക് എങ്ങനെ തിരിച്ചു കിട്ടുന്നു പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ അതായത് നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലേക്കാണ് വേണ്ടത്, ആ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ അക്ഷയക്കാർ പേ ചെയ്താലും നിങ്ങളെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്താൽ നിങ്ങൾക്ക് എന്താ, എമൗണ്ട് 400 രൂപ തിരിച്ചു കിട്ടും. ക്ലിയർ. അതിനുശേഷം നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം എന്താ, സേവ് കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇനി ഇവിടെ നോക്കിയാൽ നമ്മുടെ എന്താ, ഓൾറെഡി നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ SSLCന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ടാവും. ക്ലിയർ. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ട എന്താണ്, ഇത് നമുക്ക് എന്താ, ഇതിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്താണ്, ഇവിടെ 3 ഇയർ ഡിപ്ലോമ ആവാം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ബാച്ചലർ ഓഫ് സയൻസ് ആവാം, ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആകാം, ആ കാര്യങ്ങളൊക്കെ ആവാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് +2 അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ +2ന്റെ അപ്ലൈ ചെയ്യണം, അല്ല ഐ മീൻ എന്താ, SSLCന്റെ അപ്ലൈ ചെയ്യണം.
അതിന് ശേഷം നിങ്ങളെ ഹയർ ക്വാളിഫിക്കേഷൻ ആയ ഡിഗ്രി ആണോ, അതായത് നിങ്ങൾക്ക് ഈ എക്സാമിന് എന്ത് ക്വാളിഫിക്കേഷൻ വേണം ആ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് നിങ്ങൾക്ക് എന്താ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് കൊടുക്കാം, അല്ലെങ്കിൽ ഡിപ്ലോമ കൊടുക്കാം. നിങ്ങളിവിടെ +2 നിങ്ങൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഏതാണ് ഡിസിപ്ലിൻ, അതായത് ഇവിടെ ഏതാണ് മെക്കാനിക്കൽ, നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ്, അപ്പം നിങ്ങൾ ഓട്ടോമൊബൈൽ ആണോ, കെമിക്കൽ ആണോ, ഇലക്ട്രിക്കൽ ആണോ അത് കൊടുക്കുക. അതിനുശേഷം സ്റ്റേറ്റ് കൊടുക്കുക, പിന്നെ ഡിസ്ട്രിക്റ്റ് കൊടുക്കുക, പിന്നെ നെയിം ഓഫ് കോളേജ്. അപ്പോൾ ഇതൊക്കെ ഫില്ല് ചെയ്യുക, പെർസെൻറ്റേജ് ഫില്ല് ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ ഡിഗ്രി ഡീറ്റെയിൽസും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്, നെക്സ്റ്റ് കൊടുക്കുക. സോ ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഫോട്ടോ ഇവിടെ നോക്കിയേ, നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അല്ല അപ്ലോഡ് ചെയ്യേണ്ടത്, നമ്മൾ ലൈവായിട്ട് ഫോട്ടോ എടുക്കണം. അതുപോലെ നമ്മൾ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഡ്രസ് ഇൻ നോൺ വൈറ്റ് ക്ലോത്ത് ആയിരിക്കണം, ഡാർക്ക് കളർ ആയാൽ നല്ലത്, പിന്നെന്താ ഗുഡ് ലൈറ്റിംഗ്. അപ്പോൾ ഇവിടെ കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഫോട്ടോ എടുക്കുക. ക്ലിയർ? അപ്പോൾ ഇവിടെ നിങ്ങൾ ക്യാപ്ചർ ലൈവ് ഇമേജ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇനി നിങ്ങളെ ഡിവൈസ് നിന്ന് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാപ്ചർ ലൈവ് ഇമേജ് ഫ്രം മൊബൈലിൽ നിന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് കൊടുത്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു QR വരും. ആ QR നിങ്ങൾ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് സ്കാൻ ചെയ്യാം. ക്ലിയർ? അപ്പോൾ സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് സേവ് കൊടുത്താൽ അത് നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ നിങ്ങൾ ഒരു സിസ്റ്റത്തിൽ നിന്നായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. ആ സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഓപ്ഷൻ കൊടുക്കുക, എന്നിട്ട് QR സ്കാൻ ചെയ്യുക, ഫോണിൽ QR സ്കാൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഫോൺ എടുക്കുക, എന്നിട്ട് സ്കാൻ ചെയ്യാം. ക്ലിയർ? സോ സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ സൈറ്റിലേക്ക് നമുക്ക് ഇങ്ങനെ എത്തും. സോ നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത പോലെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് ലോഗിൻ വിത്ത് ആധാർ എന്നുള്ള ഓപ്ഷൻ വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത സെയിം ആണ്, ആ മെത്തേഡ് വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യാം. ക്ലിയർ? സോ നമ്മൾ ലോഗിൻ ചെയ്യുന്നു. ഇപ്പൊ നോക്കിയേ, സെയിം വിൻഡോ നമുക്ക് ഇവിടെ വന്നു. ഇവിടെ ക്യാപ്ചർ ലൈവ് ഇമേജ് കൊടുത്താൽ നമുക്ക് നമ്മുടെ ഫോട്ടോ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുക, നമ്മുടെ ഡ്രസ്സ് ഡാർക്ക് ആക്കുക, സ്പെക്സ് ഒക്കെ മാറ്റി വെക്കുക. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മൾ ലൈവ് ക്യാപ്ചർ ഇമേജ് അത് ക്ലിക്ക് ചെയ്യുക. സോ നമുക്കിത് ഇതുപോലത്തെ ഒരു വിൻഡോ വരും. ഇതിൽ പറയുന്നത് യു ആർ അലൗഡ് ടു ക്യാപ്ചർ ഓൺലി 3 times വിത്തിൻ 5 minutes. അപ്പോൾ 3 പ്രാവശ്യം 5 മിനിറ്റിനുള്ളിൽ നമ്മൾ 3 പ്രാവശ്യമേ നമുക്കിത് ക്ലിക്ക് ചെയ്യാൻ പറ്റൂ. സോ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ ഇവിടെ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുക, യെസ് എന്ന് കൊടുക്കുക. സോ ഇതുപോലെ നമുക്ക് വരും. അപ്പോൾ നിങ്ങളുടെ ഫേസ് കറക്റ്റ് ആ സർക്കിളിൻ്റെ അകത്ത് വരുമ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങൾക്ക് ഓക്കെ ആയില്ലെങ്കിൽ, ഇമേജ് ഓക്കെ ആയില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ക്യാപ്ചർ ലൈവ് കൊടുക്കുക, യെസ് കൊടുക്കുക. ഇവിടെ പറയുന്നുണ്ട് ഫോർ വെരിഫിക്കേഷൻ പ്ലീസ് ബ്ലിങ്ക് യുവർ ഐസ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഐസ് ഒന്ന് ബ്ലിങ്ക് ചെയ്യണം. സോ ഇനി നമ്മൾ സേവ് കൊടുക്കുക. സോ നമ്മുടെ പ്രൊഫൈല് ഫോട്ടോ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണിൽ നമ്മൾ ഫോട്ടോ എടുത്തു, അത് നമ്മൾ അവിടെ സേവ് ഓപ്ഷൻ കൊടുത്തു. എന്നിട്ട് നമ്മൾ നമ്മുടെ പഴയ വിൻഡോയിലേക്ക് വന്ന് നോക്കിയാൽ അവിടെ ഫോട്ടോ വന്നിട്ടില്ല. ക്ലിയർ? ഫോട്ടോ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കരുത്, ഫോട്ടോ ലാസ്റ്റ് മാത്രമേ വരൂ. നമ്മൾ ആ ലാസ്റ്റ് നമ്മുടെ സൈനും കൂടെ അപ്ലോഡ് ചെയ്തതിന് ശേഷമേ ഫോട്ടോ വരും. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കേണ്ട മനസ്സിലായോ? ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുക, ഒരു ഡാർക്ക് നമ്മുടെ ഡ്രസ്സ് ഇടുക, എന്നിട്ട് അവർ ബ്ലിങ്ക് ചെയ്യാൻ പറയും, കണ്ണൊന്ന് ബ്ലിങ്ക് ചെയ്യുക. അതായത് നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണൊന്ന് ബ്ലിങ്ക് ചെയ്യാൻ പറയും. അപ്പോൾ അത് ചെയ്യുക. സോ അതിൽ ഫോട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് അത് കറക്റ്റ് ആണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് യെസ് കൊടുക്കാം, അല്ലെങ്കിൽ വീണ്ടും ഒരു ഫോട്ടോ എടുക്കാം. ഓക്കെ, അങ്ങനെ നോക്കിയിട്ട് സേവ് ചെയ്താൽ അത് അവിടെ ഒരു ഗ്രീനിൽ നിങ്ങൾക്ക് അപ്ലോഡ് ആയെന്ന് കാണിക്കും. ക്ലിയർ? അപ്പം ഇവിടെ ആ ടൈമിൽ തന്നെ നമ്മൾ നേരത്തെ എടുത്ത സ്ക്രീനിൽ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ആവില്ല, അത് ലാസ്റ്റ് മാത്രമേ അപ്ലോഡ് ആവൂ. അത് നിങ്ങൾക്ക് നോക്കാം. സോ നമ്മൾ ഫോട്ടോ ചെയ്തിട്ടുണ്ട്, അവിടെ സേവ് കൊടുത്തു, ഫോണിൽ സേവ് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ സിഗ്നേച്ചർ. അപ്പോൾ സിഗ്നേച്ചറിന്റെ സൈസ് ഒക്കെ നോക്കിക്കോ, 50 mm × 20 mm. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ആദ്യം ചെയ്തു വെക്കണം. പിന്നെ സിഗ്നേച്ചർ മസ്റ്റ് ബി റണ്ണിങ് ലെറ്റേഴ്സ് ആൻഡ് നോട്ട് ഇൻ ബ്ലോക്ക് ലെറ്റേഴ്സ്. ക്ലിയർ? JPG അല്ലെങ്കിൽ ഫോമാറ്റിലായിരിക്കണം. പിന്നെന്താ ഈ ഡയമെൻഷൻ ഒക്കെ നോക്കുക, 30 KB to 49 KB. അപ്പോൾ ആ സൈസ് കറക്റ്റ് ആക്കണം. അപ്പം ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആക്കണം. ക്ലിയർ? സൈസ് നിങ്ങൾ സൈൻ നിങ്ങൾ കൃത്യമായിട്ട് ഇടണം. വെറുതെ ഇങ്ങനെ ചിത്രം വരയ്ക്കുന്ന പോലെ വെറുതെ വരയ്ക്കരുത്. സൈസ് സൈൻ കറക്റ്റായി ഇടണം.
ഞാനിത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മുന്നേ കഴിഞ്ഞൊരു എക്സാമിന് നമുക്കൊരു കുട്ടി എന്താ ബ്ലോക്ക് ലെറ്റർ അല്ല, അവര് സൈൻ കറക്റ്റ് സൈൻ ആണ്, പക്ഷെ അവർ എഴുതിയത് അടുപ്പിച്ച് ഇങ്ങനെ ഇട്ടിട്ട് റീഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു സൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലത്തത് നമുക്ക് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, സാധിക്കില്ല. നിങ്ങൾ വൃത്തിയായിട്ട് സൈൻ ഇടുക. ക്ലിയർ? ഈ സൈസിൽ കറക്റ്റ് ചെയ്യാം. ഇനി ബ്രൗസ് ചെയ്യുക, നിങ്ങൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അവിടുന്ന് സൈൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ സൈൻ വരും. അത് നിങ്ങൾ കറക്റ്റ് ഈ സൈസിനകത്ത് നിങ്ങൾ സൈൻ കറക്റ്റ് ആക്കി വെക്കുക. ക്ലിയർ? എന്നിട്ട് ഈ ടിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായി? സൈൻ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് സൈസ് ആക്കിയാൽ സൈൻ ഇവിടെ വരും. ഓക്കെ, ഇനി ഇവിടെ ഈ ബോക്സിൽ ടിക്ക് ചെയ്യുക, അതിനുശേഷം സേവ് കൊടുക്കുക. സോ സേവ് കൊടുത്തു. അപ്പോൾ സേവ് കൊടുത്തിട്ടാകുമ്പോൾ നോക്കിയേ, നമ്മുടെ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോ വന്നിട്ടുണ്ട്. ക്ലിയർ? നേരത്തെ വന്നില്ലല്ലോ ഫോട്ടോ. ഇപ്പൊ നമ്മുടെ അവിടെ സേവ് കൊടുത്തു. നമ്മുടെ സൈനും കൂടെ അപ്ലോഡ് ചെയ്ത് സേവ് കൊടുക്കുമ്പോൾ നമ്മുടെ ഫോട്ടോ വന്നു. ക്ലിയർ? ഇനി നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കൊടുത്താൽ ചെന്നൈയിൽ ഇത്രയും പോസ്റ്റിലേക്ക് ഉണ്ട്. അപ്പൊ ഞാനിവിടെ കൊടുത്തത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് 11 പോസ്റ്റിലേക്കാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ വേറെ ഏതെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇലക്ട്രിക്കൽ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാ 10-13 പോസ്റ്റിലേക്ക് വരാം. ക്ലിയർ? അപ്പോൾ ഇനി സിവിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ കുറവായിരിക്കാം. ക്ലിയർ? അപ്പോൾ നിങ്ങൾ പോസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ പോസ്റ്റ് അനാലിസിസ് കാണാം. എന്നിട്ട് നിങ്ങൾ എന്ത് പ്രിഫറൻസ് കൊടുക്കണം അതൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോ നോക്കി മനസ്സിലാക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പൊ നോക്കിയേ, ഇവിടുന്ന് ഇങ്ങനെ ഓരോന്ന് പ്ലസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യം വേണ്ട ഏതാ അത് നോക്കിയിട്ട് ഇവിടെ പ്ലസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ? ഇനി അത് നിങ്ങൾക്ക് ഇങ്ങനെ ഓർഡറൊക്കെ മാറ്റാം. ക്ലിയർ? ഓർഡർ ഇങ്ങോട്ടൊക്കെ നിങ്ങൾ ആദ്യം ഇവിടെ കുറേ എണ്ണം ആഡ് ചെയ്തു. എന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് വാഗൺ ഫസ്റ്റിലേക്ക് പോകണം. സോ ഫസ്റ്റിലേക്ക് ഇതിങ്ങനെ മാറ്റിയിടാം. ക്ലിയർ? ഇനി ഇത് വേണ്ട, നിങ്ങൾക്ക് ഇവിടെ ക്ലോസ് അടിക്കാം. സോ ഇപ്പുറം വന്ന് ആഡ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ? അപ്പൊ നിങ്ങൾ നമ്മുടെ ആ പോസ്റ്റ് അനാലിസിസ് കണ്ടിട്ട് നിങ്ങൾ ഏതൊക്കെ പോസ്റ്റ് ഏതൊക്കെ ഓർഡറിൽ കൊടുക്കണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഓഫീസ് ടൈപ്പ് ജോലി വേണമെങ്കിൽ ഡിസൈൻ ആ കാര്യങ്ങളൊക്കെ കൊടുക്കാം. അല്ല നിങ്ങൾക്ക് സാലറി കൂടുതൽ വേണമെങ്കിൽ സിഗ്നൽ കാര്യങ്ങളൊക്കെ കൊടുക്കാം. ക്ലിയർ? അപ്പൊ നിങ്ങൾ ആ വീഡിയോ ആദ്യം കാണാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് പോസ്റ്റ് അപ്ലൈ ആ ഓർഡറിൽ നിങ്ങൾ പ്രിഫറൻസ് ഓർഡറിൽ നിങ്ങൾക്ക് ഏത് പോസ്റ്റ് ആണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് അത് ആദ്യം കൊടുക്കുക. ക്ലിയർ? അപ്പൊ നിങ്ങൾ ആദ്യം ആ വീഡിയോ പോയിട്ട് കണ്ടിട്ട് നമുക്ക് ഇവിടെ പോസ്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മൾ നമ്മുടെ പ്രിഫറൻസ് കൊടുത്തു. അപ്പൊ നിങ്ങൾ ആദ്യം വീഡിയോ കണ്ടിട്ട് ഏത് ഓർഡറിലാണ് ഓരോ പോസ്റ്റും പ്രിഫറൻസ് കൊടുക്കേണ്ടത് അത് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നോക്കിയേ, സെലക്ട് എക്സാം ഗ്രൂപ്പ്. അപ്പൊ നമ്മൾ ഏത് ഗ്രൂപ്പിലാണ്, നമ്മൾ ഓരോ ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇലക്ട്രിക്കൽ ആണ്, ഇലക്ട്രിക്കൽ ഇതൊക്കെ ഒരു ഗ്രൂപ്പ്. പിന്നെ കമ്പ്യൂട്ടർ സയൻസിൽ ഏത് ഗ്രൂപ്പിൽ വരും അതൊക്കെ നമുക്കറിയാമല്ലോ. അത് നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട്, അത് നിങ്ങൾ കാണാം. ഞാനിപ്പോൾ മെക്കാനിക്കൽ കൊടുത്തുകൊണ്ട് മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് അതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്നിട്ട് നിങ്ങൾ ഓക്കെ ആണോ നോക്കുക. സോ ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് കൊടുക്കുക. ക്ലിയർ? അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ പ്ലേസും കൊടുക്കുക ഇവിടെ. ഓക്കെ, അതിനുശേഷം സേവ് കൊടുക്കുക. സോ നമ്മുടെ എല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ സേവ് ആവും. അതിനുശേഷം പ്രിവ്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ ഫില്ല് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അപ്പൊ ഇത് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് വെരിഫൈ ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ തിരുത്താവുന്നതാണ്. ഇനി അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ വിൻഡോ എന്നുള്ള ഒരു ടൈം വരും. ആ സമയത്ത് നിങ്ങൾ പൈസ കൊടുത്തിട്ട് വേണം അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ? അപ്പോൾ ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ വായിച്ചു നോക്കുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഇപ്പൊ തന്നെ ചേഞ്ച് ചെയ്യാം. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ സബ്മിറ്റ് കൊടുത്തു. അപ്പൊ ഇതുപോലത്തെ ഒരു വിൻഡോ ഇത് വന്നു, പോപ്പ് വന്നു. ആപ്ലിക്കേഷൻ വിൽ നോട്ട് ബി ഏബിൾ ടു മേക്ക് എനി കറക്ഷൻ ഇൻ ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആഫ്റ്റർ സബ്മിഷൻ. സബ്മിറ്റ് ചെയ്തതിനു ശേഷം കറക്ഷന് പറ്റില്ല. പക്ഷെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവും. ആ സമയത്ത് നമുക്ക് പൈസ കൊടുത്തിട്ട് അത് കറക്റ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ ആദ്യം ചെയ്ത ബേസിക് ഡീറ്റെയിൽസ് ഒന്നും OTR ചെയ്തില്ലേ, അതൊന്നും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇപ്പോൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ പൈസ കൊടുത്തിട്ട് പിന്നെ മോഡിഫിക്കേഷൻ വിൻഡോയുടെ ടൈമിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ മാക്സിമം മിസ്റ്റേക്ക് ഇല്ലാണ്ട് ചെയ്യാൻ നോക്കുക. ക്ലിയർ? സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പേയ്മെന്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മുടെ UPI ഒക്കെ ഉപയോഗിച്ച് നമുക്ക് പേയ്മെന്റ് ചെയ്യാം. അപ്പോൾ ആ മെത്തേഡൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ പേയ്മെന്റ് നിങ്ങൾ ഇവിടെ ഫിനിഷ് ചെയ്യുക. ക്ലിയർ? സോ നമ്മുടെ അപ്ലിക്കേഷൻ ഹിസ്റ്ററിയിലേക്ക് വരും. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും. ക്ലിയർ? ഇത് നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേയ്മെന്റ് കംപ്ലീറ്റ് എന്ന് കാണിക്കും. ക്ലിയർ? അപ്പോൾ എല്ലാവരും ഇതൊക്കെ കണ്ട് നമ്മുടെ ആദ്യം പോസ്റ്റ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യാൻ നോക്കുക. ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കരുത്. ക്ലിയർ? എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.